ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? കുറച്ച് ബീഫൊക്കെ കൈവച്ചിട്ടുണ്ട്. അപ്പം നെയ്യൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ കൊഴുപ്പൊന്നും ഇല്ലാത്ത നല്ല ബീഫ് നോക്കി കിട്ടിയപ്പം അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചു. എന്തിനാണെന്നറിയോ? നമുക്കൊരു ബീഫ് ഫിംഗർ ഉണ്ടാക്കിയാലോ? ഫിഷ് ഫിംഗർ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഒരു സ്നാക്സാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വായോ. ആദ്യം തന്നെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് ഫ്രൈ ആക്കാൻ വേണ്ടി വാങ്ങിച്ചതിനകത്തുനിന്ന് നല്ല പീസ് നോക്കിയിട്ട് കുറച്ചെടുത്ത് വെച്ചു. പിന്നെ ഇതൊന്ന് വേവിക്കണം. ബാക്കിയുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ആദ്യം തന്നെ നമുക്കിതൊരു കുക്കറിനകത്തോട്ട് ഇടണം. കുക്കറിനകത്തോട്ട് ഇടുവാണ്. ഇതാ ഒറ്റ പച്ചമുളക്, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം കറിവേപ്പില. കുക്കറിനകത്തൊക്കെ ഇടാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു ഫ്ലേവർ വരണമെങ്കിൽ ഒരിച്ചിരി കറിവേപ്പില നമുക്കൊന്ന് മുറിച്ചിട്ടേ പറ്റുള്ളൂ. പാകത്തിന് ഉപ്പ്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ടേ ഇതൊന്ന് വേകണം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഇതിനകത്ത് വെള്ളമുണ്ട്. സ്റ്റൗവൊക്കെ ഓണാക്കി ഒരു 2-3 വിസിൽ വരട്ടെ. ഒത്തിരി വെന്തളിഞ്ഞൊന്നും പോകണ്ട. അതിനധികം വേവില്ലാത്ത ഒരു ഇറച്ചിയാണ്. നമ്മുടെ ബീഫൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തായിരുന്നേ. വെന്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റണേ. നല്ല പോലെ തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് 2 കറക്കൊക്കെ കറക്കി ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ചു കൊണ്ടുവന്ന നമ്മുടെ ബീഫ് ഇട്ട് കൊടുത്തേ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പച്ച ഇറച്ചിയിലും വേവിക്കാതെയും നമുക്ക് ഇതുപോലെ ബീഫ് ഒന്ന് അരച്ചെടുത്ത് സെറ്റാക്കാം. പക്ഷേ ഇല്ലേ, ഇപ്പോഴത്തെ ഇറച്ചിയുടെ വേവ് ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേവിച്ചത്. ഇതാ നമ്മുടെ ഗരം മസാലയാണ്. 1/2 സ്പൂൺ ഇട്ട്, 1/2 സ്പൂണില്ല 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് കുറച്ച്. എരിവിന് കുരുമുളക് പൊടി. ഇത് ഞാൻ ഇച്ചിരിയേ ഇടുന്നുള്ളൂ. കാര്യം വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് എരിവ് തീരെ പറ്റത്തില്ലല്ലോ. ഇത് പിള്ളേരെ ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കുന്നത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ബ്രെഡ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു 2 സ്പൂൺ ഇതിനകത്തോട്ടിട്ടെ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട ഇട്ട് കൊടുത്തേ. ഒരു നുള്ളുപ്പും കൂടെ വേണം, ഒരു പിഞ്ചുപ്പും കൂടെ. ഇനി നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്യണം. ആവശ്യമനുസരിച്ച് നമുക്ക് റസ്ക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കൊന്ന് കുഴച്ചുരുട്ടി എടുക്കാവുന്ന പരുവത്തിൽ ഇത്രയും മതിയാവും. ഇതൊക്കെ ഇല്ലേ നമ്മൾ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കേട്ടോ. ഇത് ശരിക്കും എന്താ പറയുക, എൻ്റേതായ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ എരിവൊക്കെ കുറച്ചിട്ടാണെങ്കിലും അവർക്ക് കഴിക്കാൻ. പിന്നെ ഈ എന്താ പറയുക, ബീഫ് ഫ്രൈ ഒന്നും ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവേ, എരിവാന്ന് പറഞ്ഞ് കഴിക്കാത്ത. അപ്പം ഇതൊക്കെ കൊടുത്താൽ അവരുടെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടേതായ സ്റ്റൈലിൽ ഒരു സ്നാക്ക്, ഈവനിങ് സ്നാക്ക്. ഇനി ഇതിലേക്ക് ചേർക്കുന്നതിനറിയോ, 1 സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ചേർത്താൽ മതി കേട്ടോ. കാര്യം വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് എരിവ്, വലിയവർക്കും കഴിക്കാം, എരിവ് കഴിക്കാത്തവർക്കും ഓക്കെ. എനിക്കൊക്കെയാണ് ഇച്ചിരി കൂടെ പച്ചമുളക് ചേർക്കണം, ഇച്ചിരി എന്താ പറയുക കുരുമുളക് പൊടിയൊക്കെ ചേർക്കണം. പക്ഷെ ഇത് പിള്ളേർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതിനെ ഇതുപോലെ ഈ ഷേപ്പിൽ ഇങ്ങോട്ടെടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിന് റൗണ്ടായിട്ട് ബോളായിട്ടും എടുക്കാം, ഏത് ഷേപ്പ് വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ്. ഞാനിപ്പോൾ ഫിംഗർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീളത്തി ഇടുന്നേ ഉള്ളൂ കേട്ടോ. 4 മണിക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേനുമേ ഇതിൽ ഇച്ചിരി ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് ഇച്ചിരി സോസും കൂടെ കൊടുത്താൽ
അവരവിടെ ഇരുന്നും കഴിച്ചോളൂ. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ടേ, എണ്ണ ഒഴിച്ചു കൊടുക്കാം. വറക്കാൻ ആവശ്യമുള്ള എണ്ണ. നമ്മൾ ഓരോ പീസിങ്ങനെ മുട്ടയിലൊന്ന് മുക്കി, ബ്രെഡിലൊന്ന് മുക്കി, മുട്ടയിൽ മുക്കി, ഒന്നും കൂടെ ഒന്ന് ബ്രെഡിലും ഒന്ന് മുക്കിയിട്ട് എണ്ണയിലോട്ടിടാം. അങ്ങനെ നമ്മുടെ ബീഫ് ഫിംഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏത് ഷേപ്പ് വേണേലും ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള പോലെ. എന്തായാലും അടിപൊളി സാധനമാണേ. ഇങ്ങനെ സോസിലൊക്കെ മുക്കി കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതിനകത്ത് മീറ്റ് കൂടുതലായിരിക്കും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ മക്കൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക. കുറച്ച് ഇറച്ചിയൊക്കെ പോരെ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.